ഖുർആനിൽ തന്നെ നമുക്ക് തുടങ്ങാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ പ്രസിദ്ധമായ ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഒരു കൈയിൽ ഒരു ചാട്ടവാറുമായി കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് ഒട്ടിയ വയറുമായി കുറെ ഒട്ടകക്കൂട്ടങ്ങളെ തെളിച്ചുകൊണ്ട് ഒരു ഇടയ ബാലൻ നടന്നു നീങ്ങും. ഈ രംഗം നാം മനസ്സിൽ ആവാഹിച്ചെടുക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നുമല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ബിഫോർ 1400 years ago, ചിരപരിചിതമായ ലജ്നാൻ പർവ്വതത്തിന്റെ ചുവട്ടിലൂടെ മുമ്പിൽ നടന്നു പോകുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ വയറു നോക്കി കൺപോളകളിലൂടെ കണ്ണുനീർത്തുള്ളികൾ തടം തല്ലി ആർത്തൊടുകുന്ന ഒരു ഇടയ ചെറുക്കൻ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് കയ്യിൽ ഒട്ടകത്തിനെ അടിക്കുന്ന ചാട്ടവാറും പിടിച്ച് നടന്നു പോകുന്ന ആ ഇടയ ചെറുക്കന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അവന്റെ മനസ്സിൽ അവനെ എന്തൊക്കെയോ വല്ലാതെ പേടിപ്പിക്കുന്ന കുറെ ചിന്തകളുണ്ട്. പേടിച്ച് ഭയന്നു വിറച്ചവൻ വീട്ടിലോട്ട് മടങ്ങുന്നത് പോലെ ആ കുട്ടി നടന്നു പോവുകയാണ്. അവന്റെ മനസ്സിൽ മറ്റൊരു വലിയ ഭീതി. രാവിലെ തന്റെ പിതാവ് വയറ് നിറച്ചു കൊണ്ടുവരാൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തന്നുവിട്ട ഒട്ടകക്കൂട്ടത്തെ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ഈ ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ തന്റെ ക്രൂരനായ പിതാവ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ട് തന്നെ അടിക്കുമല്ലോ എന്നോർത്ത് ഒട്ടിക്കിടക്കുന്ന ഒട്ടകത്തിന്റെ വയറ് നോക്കിയിട്ടാണ് ആ കുട്ടി കരയുന്നത്. ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ പിതാവ് ക്രൂരനാണ്, അതിക്രൂരനായ പിതാവ് തന്നെ അടിക്കുമല്ലോ എന്നോർത്ത് കൺപോളകളിലൂടെ കണ്ണുനീർത്തുള്ളികളും ആർത്തൊടുകി നടന്നു പോകുന്ന ആ ഇടയ ബാലനെ നമുക്ക് കാണാം കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ ലജ്നാൻ പർവ്വതത്തിന്റെ ചുട്ടിൽ. പിതാവിന്റെ ചാട്ടവാറടി ഏക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മനസ്സിൽ ചിന്തയോടെ നടന്നുപോയ ആ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ഇടയ ചെറുക്കനാണ് പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ഒരു റൊമാൻറ്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാതെ ലോകം മുഴുവനും വിസ്മയത്തോടെ പേര് കേട്ടാൽ തലകുനിച്ചു പോയ ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീഫ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ലർജാൻ പർവ്വതത്തിന്റെ ചോട്ടിലൂടെ നടന്നുപോയ ഇടയ ബാലൻ നിന്ന് ലോകം മുഴുവനും ആഗ്രഹിച്ചു പോയ ഖലീഫയായി മാറിയ ഉമറിന്റെ ചരിത്രം ഒരു വലിയ ചരിത്രമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രയേറെ സംഭവ ബഹുലമായ സ്തോഭജന്യമായ ഒരു കഥ മറ്റൊരു മനുഷ്യനും പറയാൻ കഴിയില്ല. ലജ്നാൻ പർവ്വതത്തിന്റെ ചോട്ടിലൂടെ നടന്നുപോയ ഇടയ ബാലൻ, ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് നടന്നുപോയ മനുഷ്യൻ, ലോകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച കാട്ടറബയിൽ നിന്ന് ഖലീഫയിലോട്ടുള്ള വഴിദൂരം ഒരു വലിയ വഴിദൂരമാണ്. എങ്ങനെയായിരുന്നു ഇടയ ചെറുക്കൻ സഞ്ചരിച്ച് ലോകത്തിന്റെ ഏറ്റവും വലിയ നെറുകയിലെത്തി എന്ന് പറഞ്ഞാൽ എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ 1947 സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ടായി മാറി ബോംബെയുടെയും ഡൽഹിയുടെയും നവക്കാലിയുടെയും അഭയാർത്ഥി ക്യാമ്പുകളിലൂടെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ശിരസറ്റ കബന്ധങ്ങൾ മുഴുവനും അഴുക്കുചാലിലൂടെ ഒലിച്ചു നടന്നപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ വിഭജനാനന്തര ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട് നവക്കാലിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ആർത്തനാദത്തോടെ നിലവിളിക്കുമ്പോ നവക്കാലിയുടെ അഭയാർത്ഥി ക്യാമ്പിന്റെ മുന്നിൽ ഉപവാസമിരുന്നു കൊണ്ട് ചരിത്രത്തിലെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി പരസ്പരം വെട്ടിമരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മക്കളെ നോക്കിയിട്ട് ഇന്ത്യ രാജ്യത്തിൽ എന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഖലീഫ ഉമർ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് പോലും പറയുന്ന അവസ്ഥയിലേക്ക് സയ്യിദുന ഉമർ ബിൻ ഖത്താബിന്റെ ജീവിതം ലോകം മുഴുവനും ആഗ്രഹിച്ചു പോകുമ്പോ നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞതുപോലെ എനിക്ക് രണ്ടാഗ്രഹമേ ഉള്ളൂ. ഒന്ന് ലോകം മുഴുവനും പിടിച്ചടക്കണം, രണ്ടാമത് പിടിച്ചടച്ച ലോകത്ത് ഉമറിനെ പോലെ ഒന്ന് ഭരിക്കണമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വീരനായി അറിയപ്പെടുന്ന സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാട്ട് പോലും ആഗ്രഹിച്ചു പോയ ലോകത്തുള്ള സർവ്വ ഏകാധിപതികളും സർവാധിപതികളും സ്വച്ഛാധിപതികളും റോൾ മോഡലായി അംഗീകരിക്കുന്ന ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത ഒരു വലിയ സ്വഭാവ സംസ്കരണത്തിന്റെ ഉടമയായി ഈ ഇടയ ചെറുക്കൻ മാറി. എങ്ങനെയായിരുന്നു മാറിയത്? ഞാൻ എന്റെ വിഷയത്തിന് ആമുഖം പറയുകയാണ്. ഖത്താബിന്റെ മകൻ ഉമർ ലോകം മുഴുവനും എഴുതിത്തള്ളിയ ആ നാട്ടിലെ ഏറ്റവും വലിയ ആഭാസനായ ചെറുപ്പക്കാരൻ. മുസ്ലിം ആകുന്നതിന് മുമ്പ് ഉമറിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഖത്താബിന്റെ മകൻ ഉമർ എന്ന് പറഞ്ഞാൽ
മുസ്ലിം ആകുന്നതിനുള്ള ഉമറിന്റെ പേരാണ് ഖത്താബിന്റെ മകൻ ഉമർ. ആ നാട്ടിലെ ഏറ്റവും ആഭാസനായ ചെറുപ്പക്കാരൻ. സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാല ചന്തയിൽ സുന്ദരികളായ പെൺകുട്ടികളുടെ കൈപിടിച്ചുകൊണ്ട് ആഭാസ നൃത്തം ചവിട്ടിയ അവിടുത്തെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽ അതായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. നമ്മൾ എന്തിനാണ് പ്രസംഗിക്കുന്നത് എന്ന് ആദ്യം അറിയണമല്ലോ. ആദ്യം ലക്ഷ്യം അറിയണം. ലക്ഷ്യം എടിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ട് കടന്നു ചെല്ലാൻ. ആ ഉമർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആഭാസക്കാരൻ, മുസ്ലിം ആകുന്നതിന് മുമ്പ് ജനിച്ച 5 പെൺമക്കളെയും തന്റെ കൈകൾ കൊണ്ട് കുടിച്ചു മൂടിയ കാട്ടാളനായ ഉമർ. ആ ഉമർ വരുന്നത് കാണാൻ, ഉമറിന്റെ പേശികൾ കാണാൻ, ഉമറിന്റെ ആകാര സൗട്ടവം കാണാൻ, ഉമർ എന്ന് പറയുന്ന മക്കയിലെ ചെറുപ്പക്കാരനെ ഒരു നോക്ക് കാണാൻ, മക്ക നഗരത്തിലെ സുന്ദരികളായ പെൺകുട്ടികൾ പാതയുടെ വഴിയിൽ ഉമർ വരുന്നു എന്ന് കേട്ടാൽ ഉമറിന്റെ മസിലും ശരീരവും കാണാൻ പെൺകുട്ടികൾ റോഡിന്റെ സൈഡിൽ കാത്തു നിൽക്കുമായിരുന്നു എന്നാണ്. അത്രയും വലിയ സുന്ദരനായിരുന്നു ഉമർ. ഏറ്റവും നല്ല ബോഡി ബിൽഡറായിരുന്നു ഉമർ. മക്കയിലെ ഉമ്മമാർ കുട്ടികളെ തൊട്ടിലിട്ട് താരാട്ടുന്ന സമയത്ത്, ആ സമയത്ത് കുട്ടികളെങ്ങാനും ഉറക്കം വരാതെ പൊട്ടിക്കരഞ്ഞാൽ ദാ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ കരയുന്ന കുട്ടികൾ തൊട്ടിലിൽ കരച്ചിലടക്കിയിട്ട് മിണ്ടാതെ കിടക്കും. കൊച്ചു കുട്ടികൾക്ക് പോലും ഉമർ എന്ന് കേട്ടാൽ പേടിയായിരുന്നു. നാട് മുഴുവനും പേടിച്ചു പോയി ഉമർ. ഖത്താബിന്റെ മകൻ ഉമറിന്റെ കഥയാണിത്. എല്ലാം നഷ്ടപ്പെട്ട് നാട്ടുകാർ മുഴുവനും എഴുതി തള്ളിയ ആഭാസന്മാരുടെ നേതാവായി മാറി ഖത്താബിന്റെ മകൻ. ആ നാട്ടുകാർ മുഴുവനും പറഞ്ഞു ഇനി ഉമർ നന്നാവൂല. ഒരു നാട് മുഴുവൻ എഴുതി തള്ളി ഇനി ഇവനെ നന്നാവൂല എന്ന് പറഞ്ഞാൽ അവൻ ആരായിരിക്കും? ചരിത്രത്തിൽ കാണാം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോവുകയാണ്. ഉമറിന്റെ തൊട്ടയൽവാസി ഉമ്മു അബ്ദില്ല മുസ്ലിമാണ്. ഒരു ദിവസം രാവിലെ ഉമർ എഴുന്നേറ്റ് കണ്ണ് തിരുമ്മി നോക്കുമ്പോൾ തൊട്ടയൽവാസി ഉമ്മു അബ്ദില്ലയും അവരുടെ ഭർത്താവും ഉള്ള ഭാണ്ഡമൊക്കെ കെട്ടിപ്പെറുക്കി അവർ എവിടേക്കോ പോവുകയാണ്. ഉമർ ചിന്തിച്ചു, പാവങ്ങൾ മദീനയിലോട്ട് പലായനം ചെയ്താൽ അവരുടെ വീടും കൂടും ഇവിടെയാണ്, ഇവരെ ആരാണ് സഹായിക്കാനുണ്ടാവുക? ഇതിന്റെ എല്ലാം കാരണക്കാരനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉമറിന് പ്രവാചകനോടുള്ള രോഷം മനസ്സിൽ നുരഞ്ഞു പൊന്തി. ആ സമയത്ത് ഉമ്മു അബ്ദില്ലയോട് ഉമർ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? ഉമ്മു അബ്ദില്ല എന്ന സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ മദീനയിലോട്ട് പോവുകയാണ് ഉമറെ, നീയും കൂട്ടരും ഞങ്ങളെ മക്കയിൽ താമസിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അത് കേട്ടപ്പോ ഉമർ എന്ന് പറയുന്ന ആ നാട് മുഴുവനും എഴുതിത്തള്ളിയ രാത്രിയിൽ കുടിച്ച മദ്യത്തിന്റെ കെട്ടുവിട്ടുമാറാത്ത നാട്ടിലെ ആവാസക്കാരൻ ഖത്താബിന്റെ മകൻ ഉമർ ഇത് പറഞ്ഞപ്പോ ഉമ്മു അബ്ദില്ല എന്ന സ്ത്രീയോട് പറഞ്ഞവത്രേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കേട്ട ഉമ്മു അബ്ദില്ല എന്ന സ്ത്രീ അത്ഭുതപ്പെട്ടു നിന്നുപോയി. കാരണം ആദ്യമായിട്ട് ഉമറിന്റെ നാവിൽ നിന്ന് ഒരു നല്ല വാക്ക് ആ ജനത കേൾക്കുന്നതെന്നാണ്. അവരത്ഭുതപ്പെട്ടു. ഉമർ എന്താ പറയുന്നത്? ഉമർ പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ട ഉമ്മു അബ്ദില്ല നേരെ തന്റെ ഭർത്താവിന്റെ അടുക്കൽ ഓടിയിട്ട് പറഞ്ഞു, ഉമർ നല്ല വർത്തമാനം പറഞ്ഞതായി ഞാൻ കേട്ടു, എനിക്ക് തോന്നുന്നു ഉമർ മുസ്ലിമാകും. ആരാ പറയുന്നത്? തൊട്ടയൽവക്കക്കാരി. അവർക്കറിയാമല്ലോ തൊട്ടയൽവക്കക്കാരന്റെ സ്വഭാവം. ഉമർ മുസ്ലിമാകുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഏറ്റവും തൊട്ടടുത്ത അയൽവക്കക്കാർ ഉമ്മു അബ്ദുല്ലയുടെ ഭർത്താവ് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എന്താ നീ പറയുന്നത്? ഉമർ മുസ്ലിമാകുവാനോ? ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകുവാനോ? ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാവില്ല. ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹ ഹിമാറു ഖത്താബ്. ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ മുസ്ലിമാവില്ല. നമ്മളൊരാളെ കുറിച്ച് പറയാൻ, അവന്റെ വീട്ടിൽ വളർത്തുന്ന പോത്ത് നന്നായാലും അവൻ നന്നാവൂല നീ നാട്ടുകാർ പറഞ്ഞ ആ നാട്ടുകാർ അവനെ എഴുതി തള്ളിയെന്നാണ് അതിന്റെ അർത്ഥം. അവൻ നന്നാവൂല. അവരത്ഭുതത്തോടെ പറഞ്ഞു, ഉമർ പറഞ്ഞ വാക്കെന്താ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്ഭുതമായി പോയി. ഇത്രയേറെ എഴുതി തള്ളിയ, ലോകം മുഴുവനും വിറപ്പിച്ച ഖത്താബിന്റെ മകൻ ഉമർ ഉക്കാല ചന്തയിൽ റോമയിലെയും പേർഷ്യന്മാരിലെയും മല്ലന്മാര് വന്ന് ഗുസ്തി യുദ്ധം നടത്തും. റോമയിലെയും പേർഷ്യന്മാരും മല്ലന്മാര് വന്ന് മക്കയിലെ എല്ലാ മല്ലന്മാരെയും അടിച്ചമർത്തിയിട്ട് ഉക്കാല ചന്തയുടെ നടുക്ക് നിന്ന് നെഞ്ചത്തടിച്ച് വിലവിളിക്കും, ആരുണ്ടടാ ഞങ്ങളെ തോൽപ്പിക്കാൻ? അഭിമാനത്തിന്റെ അപ്പോസ്തലന്മാരായ മക്ക ഖുറൈശികൾ തലകുനിച്ച് താഴോട്ടിരിക്കുമ്പോ ഗ്യാലറിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നെഞ്ചത്തടിച്ചിട്ട് ഞാനുണ്ടടാ നിങ്ങളോട് എതിരിടാൻ എന്ന് പറഞ്ഞ് മക്ക ഖുറൈശികളുടെ അഭിമാനം
സംരക്ഷിക്കാൻ വേണ്ടി ഗ്യാലറിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ ഖത്താബിന്റെ മകൻ ഉമർ. ആരുടെ മുമ്പിലും തലകുനിക്കാൻ കഴിയാത്ത ഖത്താബിന്റെ മകൻ ഉമർ. ഈ ഉമർ ആരായി എന്നറിയുമോ? സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാല ചന്തയിൽ നിശാ നർത്തകിമാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോളിൽ പിടിച്ചുകൊണ്ട് വല്ലാതെ നൃത്തം ചവിട്ടേ ഈ ഖത്താബിന്റെ മകൻ ഉമറാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ 5 പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ ഈ ഖത്താബിന്റെ മകൻ ഉമറാണ് പിൽക്കാലത്ത് ഖലീഫയാകുമ്പോ പാതിരാത്രിയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു നിശബ്ദമായ രാത്രിയിലൂടെ നടന്നു പോകുമ്പോ ഏതോ ഒരു കുടിൽ നിന്നൊരു വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. വേഷപ്രച്ഛന്നനായി ഉമർ വന്നു നോക്കുമ്പോ ഉമ്മയുടെ മുലപ്പാല് കുടിക്കാൻ ഒരു കൊച്ചു പൈതല് കരയുകയാണ്. ഉമർ ചോദിച്ചു, അത്രേ, എന്തിനാണ് ഈ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാതെ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്? മുമ്പിൽ നിൽക്കുന്നത് ഉമറാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആ മാതാവ് പറഞ്ഞു, അത്രേ, ഞങ്ങളുടെ നാട് ഭരിക്കുന്നത് ഖലീഫ ഉമറാണ്. ഇന്നലെ ഉമറിന്റെ ഗവൺമെന്റ് ഒരു നിയമം നടപ്പാക്കി കഴിഞ്ഞു. മുലകുടി പ്രായം കഴിഞ്ഞവർക്ക് ഗവൺമെന്റിന്റെ സൗജന്യ റേഷൻ കൊടുക്കൂ. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് സൗജന്യ റേഷൻ കിട്ടിയാൽ അത്ര നാള് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. എന്റെ കുഞ്ഞിന്റെ മുലപ്പാൽ കുടിമാറിയിട്ടില്ല, എന്നാലും അവന്റെ മുലകുടി ബലമായിട്ട് നിർത്താൻ ഞാൻ ശ്രമിക്കുമ്പോ ആ കുഞ്ഞു മുലപ്പാലിന് വേണ്ടി കരയുകയാണ്. നാളെ രാവിലെ ഉമറിന്റെ മുമ്പിൽ ഈ കുഞ്ഞിനെ ഹാജരാക്കിയാൽ അവന്റെ മുലകുടി പ്രായം കഴിഞ്ഞെന്ന് തെളിയിച്ചാൽ എനിക്ക് സൗജന്യമായ റേഷൻ കിട്ടുമല്ലോ എന്നോത്തിട്ട് എന്റെ കുഞ്ഞിന്റെ മുലകുടി ഞാൻ മാറ്റാൻ ശ്രമിക്കുമ്പോ എന്റെ കുഞ്ഞ് കരയുന്നതാണെന്ന് ആ മാതാവ് പറയുമ്പോ ഇത് കേട്ട ഉമർ വല്ലാതെ ഞെട്ടിപ്പോയി. തളരുന്ന മാനസത്തോടെ വിതറുന്ന ചുണ്ടുകളോട് ഉമർ നേരെ തിരിച്ചു വന്ന് മസ്ജിദുൻ നബവിയിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കരഞ്ഞ് പാതിരാത്രി മണികളും മാറിക്കഴിയുമ്പോ സഹാബാക്കൾ വന്ന് സുബഹി നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുമ്പോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കഴിയാതെ ഉമർ പൊട്ടിക്കരഞ്ഞു പോയി അത്രേ. അവസാനം സലാം വീട്ടിയിട്ട് ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവേ, ഇന്നലെ പാതിരാത്രിയിൽ ഉമറിന്റെ വികലമായ തീരുമാനം കാരണത്താൽ ഒരു പിഞ്ചു പൈതലിന്റെ കണ്ണുനീര് ഭൂമിയിൽ വീണുപോയി. തമ്പുരാനെ, അല്ലാഹുവേ, ആ നിരപരാധിയായ പിഞ്ചു പൈതലിന്റെ കണ്ണുനീര് വീണ കാരണത്താൽ ഈ ഉമറിനെ നാളെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കല്ലേ അല്ലാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉമറിനെ മാറ്റിയ മാറ്റത്തിന്റെ പ്രേരക ചാലക ശക്തിയായി മാറിയതെന്താണ്? 5 പേരെ ജീവനോടെ കുഴിച്ചു മൂടിയവനാണ് രാത്രി നിന്ന് കരയുന്നത്. അല്ലാഹുവേ, ഒരു പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുനീര് വീണു എന്ന് പറഞ്ഞ് എന്നെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവോ? ഖത്താബിന്റെ മകൻ ഉമറിനുണ്ടായ മാറ്റമാണിത്. ഉക്കാല ചന്തയിൽ മല്ലന്മാരുടെ മുമ്പിൽ ഞാനുണ്ടടാ എന്ന് വല്ലാതെ അഹങ്കാരത്തോടെ നെഞ്ചത്തടിച്ചു പറഞ്ഞ ഉമർ അവസാന ഖലീഫയായി കഴിയുമ്പോൾ വാദിയും പ്രതിയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തി. ന്യായാധിപന്റെ തലപ്പാവും തലയിൽ വെച്ചുകൊണ്ട് വാദിയോടും പ്രതിയോടും നീതി വിസ്താരം നടത്തി. അവസാനം ആകാംക്ഷയോടെ ആശയോടെ വാദി വെളിയിലോട്ടിറങ്ങി. ശിക്ഷയും വാങ്ങിച്ചുകൊണ്ട് പ്രതിയും വെളിയിലോട്ടിറങ്ങി. പ്രതിയും വാദിയും തന്റെ മുമ്പിൽ വിനീത വിധേയരെ പോലെ നിന്ന വാദിയും പ്രതിയും തന്റെ കൊട്ടാരത്തിന്റെ പടുവാതിൽ വെളിയിലോട്ടിറങ്ങി കഴിയുമ്പോ അതേവരെ ന്യായാധിപന്റെ തലപ്പാവ് വെച്ചിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ റൂമിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന്, പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് ആ സമയത്ത് പാതിരാ സമയത്ത് എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോ പ്രൈവറ്റിന്റെ റൂമിന്റെ ഉള്ളിൽ കയറി വാതിലടച്ച് ജനാലകളെല്ലാം കുട്ടിയിട്ട് ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ നെഞ്ചിലോട്ട് വിരൽ ചൂണ്ടുകയാ. എടാ ഖത്താബിന്റെ മകൻ ഉമറേ, എടാ ഖത്താബിന്റെ മകൻ ഉമറേ. ഉമർ സ്വന്തം നെഞ്ചിന് നേരെ, സ്വന്തം സ്വത്വത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്നവരാണ്. ആദ്യം നാം നമുക്ക് നേരെ വിരൽ ചൂണ്ടണം. ഉമർ ഒരു വിചാരണ നടത്തുകയാണ്, ആരും കാണാതെ പ്രൈവറ്റ് റൂമിൽ. ഖത്താബിന്റെ മകൻ ഉമറേ, എടാ, ഒരു കാലഘട്ടത്തിൽ നിന്റെ പിതാവായ ഖത്താബ് ലജ്നാൻ പർവ്വതത്തിൽ ഒട്ടകത്തെ തീറ്റാൻ നിന്നെ വിടുമ്പോ വൈകുന്നേരം ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ നിന്റെ പിതാവായ ഖത്താബ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് നിന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അല്ലാഹു നിന്നെ കൈപിടിച്ചുയർത്തി. ഇന്ന് നിന്റെ മുമ്പിൽ വാദിയും പ്രതിയും വന്ന് വിനീത വിധേയരെ പോലെ നിന്റെ മുമ്പിൽ നമ്മൾ ശിരസ്കരായി നിൽക്കുമ്പോ നീ വലിയ ന്യായാധിപനായി മാറുമ്പോ ഖത്താബിന്റെ മകൻ ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. നീ വലിയവനായി പോയി എന്ന് നിനക്ക് തോന്നണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഭിത്തിയിൽ ചാരിയിട്ടിരിക്കുന്ന ചാട്ടവാറെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് ഞാൻ അടിച്ചിട്ട്, എടാ ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ടെന്ന് ചാട്ടവാറ് കൊണ്ട് അടിച്ച് തന്റെ
ശരീരത്തിന്റെ അഹങ്കാരമില്ലാടാക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആക്കി മാറ്റിയ മാറ്റത്തിന്റെ ചാലകമേതാണ്? ഉക്കാള ചന്തയിൽ നെഞ്ചു വിരിച്ചു നിന്ന ആള് പറയാൻ രാത്രിയിൽ ആരും അറിയാതെ വാതിലും ജനലും ഒക്കെ കുട്ടിയിട്ടിട്ട് ചാട്ടവാറെടുത്തിട്ട് ശരീരത്തിൽ അടിക്കുകയാ. ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. ഇതേ ഉമർ വൈകുന്നേരമാകുമ്പോൾ സുന്ദരികളായ തരുണിമണികൾ മുഴുവനും ഒരു നേരം കാണാൻ വേണ്ടി കാത്തിരുന്ന ഇതേ വലിയ ശരീര സമ്പുഷ്ടി ഉണ്ടായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ അവസാന സുബഹി നമസ്കാരത്തിന് പള്ളിയിലോട്ട് പോകുമ്പോ അബൂലുആന്റെ കുത്തേറ്റിട്ട് കുടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി. ആ മുറിവിന്റെ ആഴത്തെക്കുറിച്ച് ഹദീസിൽ കാണാം. ഒരു ഗ്ലാസ് വെള്ളം വായിലൂടെ കുടിച്ചാൽ ആ വെള്ളം മുഴുവനും വയറ്റിൽ കിടക്കുന്ന മുറിപ്പാടിലൂടെ വെളിയിലോട്ട് പോകുന്ന രീതിയിൽ കുടൽമാലകൾ മുഴുവനും വെളിയിലോട്ട് ചാടി ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് അവസാന ശരീരം മുഴുവനും രക്തത്തെ അളങ്കെട്ടി കിടക്കുകയാണ്. കുടൽമാലകൾ വെളിയിലോട്ട് ചിതറി കിടക്കുകയാണ്. ആ സമയത്ത് ബോധം വീഴുമ്പോ തന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. മോനെ ഇബ്നു ഉമറേ, മോനെ ഇബ്നു ഉമറേ, ഉപ്പാന്റെ തലയെടുത്തിട്ട് നീ മണ്ണിലോട്ട് ചേർത്ത് വെക്ക്. മണ്ണിൽ തലവെച്ച് നിസ്സാരക്കാരനായി ഈ ഖത്താബിന്റെ മകൻ ഉമർ മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് മടിയിൽ നിന്ന് തലയെടുത്ത് മണ്ണിലോട്ട് ചേർത്ത് വെച്ച് ആ മണ്ണിലേക്ക് തലവെച്ചിട്ട് ഉമർ നിസ്സാരക്കാരനായി മരിക്കട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധനായ മനുഷ്യനായി മാറിയത് എന്റെ സദസ്സിന്റെ ആമുഖമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ മനുഷ്യൻ മാറിപ്പോയത്? ഈ കാട്ടാളൻ എങ്ങനെയാണ് ഖലീഫയായി മാറിയത്? നമുക്കെല്ലാവർക്കും അറിയാം. ഉമറിന്റെ മനസ്സിന്റെ മാറ്റം ഒരൊറ്റ മാറ്റമായിരുന്നു. ഖുർആനിന്റെ ഒരായത്ത് കേട്ടപ്പോ, ഒരു സൂറത്ത് കേട്ടപ്പോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഖുർആൻ കേട്ടാൽ മനസ്സ് മാറണം. ഉമറിന്റെ മനസ്സ് മാറി. നമുക്കറിയാം, അള്ളാഹിന്റെ റസൂലിനെ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ ഊരിപ്പിടിച്ച വാളുമായി പായുകയാണ്. പായുന്ന സമയത്താണ് വെടിയിൽ വെച്ചൊരാളെ കാണുക. എവിടോട്ടാണ് ഉമറേ? ചെകുത്താന്റെ കണ്ണുകളുമായി ഉമറൊന്ന് മുസ്ലിമായിട്ടില്ല. കുതിരപ്പുറത്ത് പായുകയാണ്. മിന്നൽ പിണര് പോലെ വാള് കയ്യിൽ കിടന്ന് തിളങ്ങുകയാണ്. എവിടേക്കാണ് ഉമറേ? ഞാനിന്ന് മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. മുഹമ്മദിനെ കൊന്നിട്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി പായുകയാണ്. അയാൾ പറഞ്ഞു, ഉമറിന്റെ മുഹമ്മദിന്റെ തല കൊയ്യുന്നതിന് മുമ്പ് നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിം ായിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ സഹോദരിയുടെ തലയാദ്യം കൊയ്യെടുക്കുക. ഉമറിന്റെ മനസ്സ് വിറച്ചു, ഉമറിന്റെ ചുണ്ടുകൾ വിറച്ചു. എന്റെ സഹോദരി നമ്മുടെ മതത്തെ തള്ളിപ്പറഞ്ഞ് മുഹമ്മദിന്റെ മതത്തിലോട്ട് കടന്നുപോയോ? ബഹുമാനപ്പെട്ട അള്ളാന്റെ റസൂലിന്റെ അടുക്കലോട്ട് വന്ന ഉമർ കുതിരയെ തിരിച്ചു. നേരെ പോവുകയാണ് സഹോദരി ഫാത്തിമയുടെ വീട്ട്. അള്ളാന്റെ വെളിച്ചം ഊതിക്കെടുത്താനുള്ള ദൃഢപ്രതിജ്ഞയും പിടിച്ച് ഊരിപ്പിടിച്ച വാളുമായി കടന്നു ചെന്ന ഉമർ പ്രിയപ്പെട്ട സഹോദരിയുടെ വീടിന് മുമ്പിലെത്തി. പെട്ടെന്നതാ കുടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. സഹോദരി ഫാത്തിമ ഖുർആൻ ഓതുകയാണ്. സഹോദരി ഫാത്തിമ ഖുർആൻ ഓതുകയാണ്. അറിയാതെ ഉമറിന്റെ ചെവികളിലേക്ക് ആ നാദം വന്ന് പതിച്ചുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. കാട്ടാളന്റെ ശ്രവണേന്ദ്രിയങ്ങളിലേക്ക് എങ്ങനെയോ ഖുർആന്റെ ആയത്ത് വന്ന് കേട്ടു. ത്വാഹ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ. ഈ നാദം കേൾക്കേണ്ട താമസം ചവിട്ടിപ്പൊളിച്ച വാതിലിന് മുമ്പിൽ ഉമർ ഇതികർത്തവ്യാമൂടനെ പോലെ നിന്നു. തന്റെ സഹോദരന്റെ പൈശാചിക ഭാവം കണ്ട് ഫാത്തിമ പേടിച്ചു വിറച്ചു. കയ്യിലിരിക്കുന്ന ഖുർആൻ അടച്ചു. ഉമർ ചോദിച്ചു, ഫാത്തിമ നീ
എന്താണ് ഓതിയത്? ഞാൻ ഖുർആനാണ് പാരായണം ചെയ്തത്. കാട്ടറബി ചോദിക്കുകയാണ്, ഫാത്തിമ ഒന്നുകൂടി ഒന്ന് പാരായണം ചെയ്യുമ്പോ? കൊല്ലാൻ വന്നവൻ ചോദിക്കുന്നു, ഒന്നുകൂടി ഞാനതൊന്ന് കേട്ടുകൊള്ളട്ടെയോ? ഫാത്തിമ അതൊന്നുകൂടി ഒന്ന് പാരായണം ചെയ്യുമോ? ഫാത്തിമ പറഞ്ഞു, ഇല്ല ഉമറേ, നീ അശുദ്ധിയാണ്, നിനക്ക് ശുദ്ധിയില്ല, ഇത് ശുദ്ധിയില്ലാത്തവന് കേൾക്കാനുള്ളതല്ല. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, ശുദ്ധിയില്ലാത്തവന് ഇത് കേൾക്കാൻ പാടില്ല. ഉമർ കൊച്ചുകുട്ടിയെ പോലെ പോയി വദു ചെയ്തു. ഉമർ ശരീരം കഴുകി വൃത്തിയാക്കി ഒരു പൂച്ചക്കുട്ടിയെ പോലെ തന്റെ സഹോദരിയുടെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു. കാതുകൾ കുറിപ്പിച്ചു. ചരിത്രം പിറക്കാൻ പോവുകയാണ്. പുതുയുഗത്തിന്റെ ചന്ദ്രോദയം കാണുകയാണ്. ഉമർ പറഞ്ഞു, ഫാത്തിമ ഒന്നുകൂടി ഓതുമോ? ഫാത്തിമ ഓതാൻ തുടങ്ങി. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഫഅ്ബുദ്നി, എന്നെ നീ ആരാധിക്കണേ, എന്നെ നീ ആരാധിക്കണേ. ഖുർആനിന്റെ മാസ്മരിക സൗന്ദര്യം, മാസ്മരിക വശ്യത പോലെ കാട്ടറവയുടെ കാട്ടാളന്റെ മനസ്സിലേക്ക് അത് പെയ്തിറങ്ങി. ഉമറിന്റെ ശരീരം വിയർക്കാൻ തുടങ്ങി. ആളുകൾ പേര് കേട്ടാൽ വിറക്കുന്ന മനുഷ്യന്റെ ശരീരം സ്വയം വിറക്കാൻ തുടങ്ങി. കണ്ണുകൾ മീടിയടങ്ങാൻ തുടങ്ങി. ഉമർ ചോദിച്ചു, ഫാത്തിമ, റസൂലുള്ള എവിടെയുണ്ട്? റസൂലുള്ള ദാറുൽ അർഖമിലുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഉമർ കുതിരപ്പുറത്ത് കയറി നേരെ ദാറുൽ അർഖമിന്റെ വീട്ടിൽ പോയി വാതിലിൽ മുട്ടി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരാണെന്ന് നോക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് വാതിലിന്റെ ഇടയിലൂടെ നോക്കുമ്പോ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഓലക്കാതിലിന്റെ ഇടയിലൂടെ ബിലാൽ നോക്കി. ഞെട്ടിത്തരിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഉമറാണ് നബിയേ. കത്തിക്കാൾ എന്ന പിശാചിന്റെ കണ്ണുകൾ, കയ്യിൽ ഊരിപ്പിടിച്ച വാള്, ശരീരം വയർപ്പിൽ മുങ്ങിക്കുളിച്ച് വാതിലിന്റെ മുമ്പിൽ ഒരു അതികായനെ പോലെ ഉമർ നിൽക്കുകയാണ്. നബിയെ, ഉമറാണ് നബിയെ. പേടിച്ചു പോയി കൂടെ ഇരുന്നവർ. കാട്ടാളൻ ഉമർ വരുന്നുവോ? അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കുവാൻ ഹംസ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. വാതിലിന്റെ മുമ്പിൽ വന്ന് മറഞ്ഞു നിന്നു. എന്നെ കൊന്നിട്ടല്ലാടെ ഉമർ അള്ളാന്റെ റസൂലിന്റെ ശരീരത്ത് തൊടില്ല. ഊരിപ്പിടിച്ച വാളുമായി ഹംസ നിന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, മാറ് ഹംസ, മാറ് ഹംസ, ഹംസ മാറ് ഹംസ. ഹംസ മാറിയില്ല. അള്ളാന്റെ റസൂല് വന്നിട്ട് വാതിൽ കൊളുത്തെടുക്കാൻ പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഈ സംഭവം പറയുകയാണ്. ഉമറിന്റെ വരവ് കണ്ടപ്പോഴേ ഞങ്ങൾ ഭയന്നു പോയി. ഉമർ റസൂലുള്ളാഹിനെ തൊട്ടാൽ പ്രതിരോധിക്കാൻ ആയുധമില്ല. ഞാൻ നോക്കിയെറിയാൻ ഒരു കല്ല് പോലും കയ്യിലില്ല. നോക്കിയപ്പോഴാണ് റൂമിന്റെ മൂലയിൽ റസൂലുള്ളാഹി കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിളച്ച കലത്തിൽ തിളക്കുന്ന വെള്ളം എടുത്തിട്ട് ആ വാതിലിന്റെ പുറകിൽ തിളച്ച കലവുമായിട്ട് ഞാൻ കാത്തു നിന്നു. ഉമറങ്ങാനും റസൂലുള്ളാഹിനെ തൊട്ടാൽ ഈ തിളച്ച വെള്ളം മുഖത്തെ കൊടിക്കണമെന്ന് കരുതി തിളച്ച വെള്ളം നിറച്ച ചൂടുവെള്ളവുമായിട്ട് ഞാൻ കാത്തു നിന്നു. വാതിൽ തുറക്കപ്പെട്ടു. ചെകുത്താന്റെ കണ്ണുകളുമായി ഉമർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തി. രണ്ട് കണ്ണുകൾ ഏറ്റുമുട്ടി. റിസാലത്തിന്റെ കണ്ണുകളും പൈശാചികതയുടെ കണ്ണുകളും തമ്മിൽ ഏറ്റുമുട്ടി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് ഉമർ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കാട്ടാളൻ ഖലീഫയായി മാറിയ ലോകത്തിന്റെ അപൂർവമായ ചരിത്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ നാട് മുഴുവനും എഴുതിത്തള്ളിയ മനുഷ്യൻ മാറി. ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്തു തീർത്തവൻ മനുഷ്യനാണ്. മനുഷ്യൻ മൃഗത്തെക്കാൾ അധിപതിച്ചു പോകുമ്പോ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധപതനത്തിന്റെ സമൂഹത്തിന് വഴികാട്ടിയായി മാറിയ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലജ്നാൻ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുകൂടെ ഒരു കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും മറുകൈയിൽ ചാട്ടവാറും ചുണ്ടിൽ ചൂളം വിളിയുമായി നടന്നുപോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികള് ലോകത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യരാക്കി മാറ്റിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഖുർആൻ മാമാ തേരി ബി യെ ലുബി ലുബി तेरा नाम भी ये आसमान तुम्हारा सामी ये लुबी लुबी
तेरा नाम भी ये कुरान तुम्हारा अमामा നിന്റെ തലപ്പാവ് ഖുർആനായി മാറട്ടെ നിന്റെ ഏറ്റവും വലിയ അലങ്കാരം ഖുർആനായി മാറട്ടെ ഈ ഖുർആൻ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരമായി മാറുമ്പോഴാണ് മൃഗീയതയിൽ നിന്ന് മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ മഹിതമായ ഭാവനയിലോട്ട് നടത്താൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു ഗ്രന്ഥം അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ ഖുർആൻ കേട്ടപ്പോഴാണ് ലോകത്ത് നല്ല മനുഷ്യരുണ്ടായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ മാസ്മരികമായ ലോകത്തേക്ക് കടത്തിക്കൊണ്ടുപോയ സ്വന്തം ബീജത്തിൽ പിറന്ന കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് അമ്മാനമാടിയ മൈക്കിൾ ജാക്സനൊക്കെ എത്രയോ മുമ്പ് ലോകം മുഴുവനും അറിഞ്ഞൊരു വല്ലാതെ സംഗീത പ്രതിഭയുണ്ടായിരുന്നു കെട്ടി സ്റ്റീവൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നും ദാടിയും തലപ്പാവുമായി ജീവിച്ചിരിക്കുന്ന യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമായിരിക്കും യൂസുഫുൽ ഇസ്ലാം ഹൂ ഈസ് ദ റഹ്മാൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മ്യൂസിക് നിങ്ങളുടെ മൊബൈലുകളിൽ കണ്ടേക്കാമത് യൂസുഫുൽ ഇസ്ലാമിന്റേതാണ് മുസ്ലിമാകുന്നതിന് മുമ്പ് കെട്ടി സ്റ്റീവൻസ് എന്ന് പറഞ്ഞ മൈക്കിൾ ജാക്സനെക്കാളേറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തിലോട്ട് കൊണ്ടുപോയ കെട്ടി സ്റ്റീവൻസ് ക്യാൻസർ ബാധിച്ച് ലണ്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ക്യാൻസറിന്റെ വല്ലാത്ത വേദന സഹിക്കാൻ കഴിയാതെ കെട്ടി സ്റ്റീവൻസ് വല്ലാതെ കിടന്ന് പൊളയുമ്പോ സമയത്ത് കുറെ ക്രൈസ്തവ മിഷണറിമാര് വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിലിരുന്ന് ബൈബിൾ പാരായണം ചെയ്തു അദ്ദേഹത്തിന്റെ എല്ലാ വേദനയും മാറാൻ വേദന മാറിയില്ല ആരോ ഒരാൾ പറഞ്ഞു അത്രേ ഇവിടെ അടുത്ത് ഒരു കൊച്ചു സുഡാനി ബാലനുണ്ട് അവൻ നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ് കെട്ടി സ്റ്റീവൻസ് പറഞ്ഞു ഏതായാലും വേണ്ടില്ല വിളിക്കുക കറുകറുത്ത 13 വയസ്സുള്ള സുഡാനി ബാലൻ കെട്ടി സ്റ്റീവൻസ് എന്ന് പറയുന്ന സംഗീത മാസ്മരിക പ്രതിഭയുടെ മുമ്പിലെത്തി ആ കൊച്ചു സുഡാനി ബാലന് കെട്ടി സ്റ്റീവൻസിന്റെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുത്തു അത്രേ ഏത് ഖുർആനായിരുന്നെന്നറിയുമോ സൂറത്തുർ റഹ്മാൻ ഓതി അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അസ്സംസു വൽ ഖമറു ബിഹുസ്ബാൻ വൻ നജ്മു വസ്സദറു യസ്ജുദാൻ ലോകം മുഴുവനും തന്റെ സംഗീത ലോകം കണ്ട് കീഴടക്കിയ മാസ്മരിക പ്രതിഭയുടെ മനസ്സിലോട്ട് അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങാഴ്ന്നിറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഖുർആൻ കീഴടക്കിയപ്പോ ലണ്ടനിലെ കടക്കയിൽ കടന്നുകൊണ്ട് കെട്ടി സ്റ്റീവൻസ് അറിയാതെ പറഞ്ഞു പോയത്രേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ലക്ഷക്കണക്കിന് സംഗീതത്തിന്റെ കോപ്പി വിറ്റടിച്ച കെട്ടി സ്റ്റീവൻസ് ഖുർആന്റെ ഒരൊട്ടായത്ത് കേട്ടിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വന്നെങ്കിൽ പിന്നീട് അയാൾ എന്ത് ചെയ്തെന്നറിയുമോ ലണ്ടനിലെ ആശുപത്രി കിടക്ക വിട്ടെടുന്നേക്കുമ്പോ കെട്ടി സ്റ്റീവൻസ് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചിട്ട് പറഞ്ഞു സംഗീത ലോകത്തിലൂടെ ഞാൻ സമ്പാദിച്ച കോടിക്കണക്കിന് ഡോളറുകൾ അത് സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ട് ഹറാമിലൂടെ സമ്പാദിച്ചത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അക്കൗണ്ട് വലിച്ചെറിഞ്ഞ് നീണ്ട ദാടിയും തലപ്പാവും ജുബ്ബയും ഇട്ട് ലോകം മുഴുവനും തന്റെ ശിഷ്ടകാല ജീവിതം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മാറ്റിവെച്ച ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക പ്രബോധനായ യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമോ ഒരു സംഗീത ലോകത്തിന്റെ പ്രതിഭയെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ ഖുർആനിന് കഴിഞ്ഞെങ്കിൽ എന്തേ സഹോദരങ്ങളെ കഴിയുന്നില്ല ജർമ്മൻ എയർവേസിൽ യൂസുഫുൽ ഇസ്ലാം യാത്ര ചെയ്യുകയാണ് യൂസുഫുൽ ഇസ്ലാമിന്റെ ദാടി കണ്ടപ്പോ എയർ ഹോസ്റ്റസ് പറഞ്ഞു നിങ്ങളുടെ ദാടി ഭീകരവാദിയുടെ താടിയാണ് ഒന്നുകിൽ ഈ താടി വടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലെയിനിൽ നിന്ന് വെളിയിലിറങ്ങുക ഇത് ഭീകരവാദത്തിന്റെ താടിയാണെന്ന് ഇന്നത്തെ സയോണിസ്റ്റ് കൊളോണിയലിസ്റ്റ് ശക്തികളെ പോലെ എയർ ഹോസ്റ്റസ് വന്ന് പറയുമ്പോ ഒന്നുകിൽ താടി വടിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നിന്ന് വെളിയിലിറങ്ങുക ആ സമയത്ത് ചരിത്രത്തിന്റെ തനിയാവർത്തനം പോലെ പണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ റുസ്തമിന്റെ മുമ്പിൽ പോയി താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോ എന്താണിത് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അനതുറുക്കു സുന്നത നബീന മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൗലായിൽ ഹംകാ ഈ പമ്പര വിഡ്ഢികൾക്ക് വേണ്ടി എന്റെ പ്രവാചകന്റെ ഒരു തിരുസുന്നത്ത് ഞാൻ കളയില്ലെന്ന് പറഞ്ഞ് ഇല്ല എന്റെ താടി എന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് പറഞ്ഞ് ആവർഷ ഐക്യത്തോടെ പറഞ്ഞു കൊടുത്ത യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമോ ലോകം മുഴുവനും കീഴടക്കിയ സംഗീത പ്രതിഭ സൂറത്തുർ റഹ്മാൻ കേട്ടപ്പോ മുസ്ലിമായി അള്ളാഹു നമുക്ക് തന്നെ എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ ഒരല്പനിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്
അള്ളാഹു തന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ എത്രയാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ചിലപ്പോൾ മനുഷ്യന് കഴിഞ്ഞേക്കാം. ഈ ഭൂമിയിൽ എത്ര മണൽത്തരിയുണ്ടെന്നും ചിലപ്പോൾ മനുഷ്യന് ചിന്തിക്കാൻ കഴിഞ്ഞേക്കാം. ലോകത്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ലോകത്ത് അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. അതേതെന്നറിയുമോ? വഇൻ തഅദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. സാധ്യമല്ല എന്നല്ല തന്നെ പറഞ്ഞത് കൊണ്ട് ഈ പാവപ്പെട്ടവൻ അതിലേക്ക് മെനക്കെടുന്നില്ല. എന്നാലും ഞാൻ ഒരേ ഒരു കാര്യം മാത്രം പറയട്ടെ. അല്ലാഹനെ മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പെട്രോളിന്റെ ഉച്ചിട്ടം വന്ന് വീട്ടിലോട്ട് കുമിഞ്ഞുകൂടിയപ്പോ, സാമ്പത്തികമായ ഉന്നമനം കിട്ടിയപ്പോ അല്ലാഹ്ക്കൊന്ന് ദിക്ർ പറയാൻ മറന്നുപോയ, അൽഹംദുലില്ലാഹ് എന്ന് നാവ് കൊണ്ടൊന്ന് പറയാൻ മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, നിങ്ങൾ കേൾക്കണം. അറിയുമല്ലോ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലിരുന്ന് പാതിരാത്രിയിൽ നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാചകന്റെ മകളായ ഫാത്തിമാന്റെ 2 കുട്ടികളുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. രണ്ടുപേരും മുലകുടി പ്രായമാണ്. രാത്രിയിൽ റസൂലുള്ള നിസ്കരിക്കുമ്പോ അതാ വീടിന്റെ ഉള്ളിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നോക്കുമ്പോ തന്റെ പേരമക്കളെ കിടക്കുന്നത് എവിടെയെന്നറിയോ? ആരോ കെട്ടിക്കൊണ്ടുവന്ന ഈത്തപ്പഴ മരത്തിന്റെ ഈത്തപ്പഴം പായ്ക്ക് ചെയ്ത് കൊണ്ടുവന്ന ചാക്കിന്റെ മുകളിൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ കിടക്കുകയാണ്. ഇത് റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ വിവർണമായി. അവിടെ കിടന്നുകൊണ്ട് ഈത്തപ്പഴം പൊതിഞ്ഞുകൊണ്ടുവരുന്ന ചാക്കിൽ കിടന്നിട്ട് കുഞ്ഞുങ്ങൾ കരയുകയാ. കലൂര 7 വീട്ടിലാണ് ഈ അവസ്ഥയുള്ളത്. റസൂലുള്ളാഹി കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് വിളിച്ചു, മോളെ ഫാത്തിമ, ഇവിടെ വരുമോളെ, എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞതെന്താ? യാ റസൂലല്ലാഹ്, അവര് വിശന്നിട്ട് കരയുകയാ നബിയേ. പാതിരാ പത്തും കുത്തിയ നേരത്ത് മുലകുടി പ്രായം കഴിയാത്ത കുട്ടികള് ചാക്കിന്റെ മുകളിൽ കിടന്നിട്ടുകൊണ്ട് വിശന്നുകൊണ്ട് കരഞ്ഞ ചരിത്രം പറയാനുണ്ടെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കഥയാണ് ഈ പറയുന്നത്. മുലപ്പാല് പോലും കുടിക്കാനില്ലാതെ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പത്ര ഫാത്തിമ, എന്തേ മോളെ അവർക്ക് തിന്നാനൊന്നും കൊടുക്കാത്തത്? നബിയേ, ഈ വീട്ടിലൊരു കാരക്ക പോലും ഇല്ല നബിയേ, എന്റെ കുഞ്ഞുമക്കളുടെ വായിൽ കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആഡംബരത്തിന്റെയും അത്യുപകാരത്തിന്റെയും മുകളിലോട്ട് നടന്ന് ലോകത്ത് വന്ന എല്ലാം വാരിക്കൂട്ടി കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി 5 നക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സുഖം തേടി അലയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവൂല. ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പുമറേനിയ പട്ടിക്കുട്ടികളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമുള്ള വല്ലാത്ത ആഗ്രഹത്തോടെ 1-ാം തീയതി ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റ് മാറാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിന്റെ വരാന്തയിലൂടെ മദാമ പെണ്ണിന്റെ വേഷത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ തരുണീമണികൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. 3 നേരമല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് 300 റീചാർജ് ചെയ്താലും നിശബ്ദതയുളിരേകാൻ രഹസ്യകാമുകനുമായി ശ്രവണേന്ദ്രിയത്തിലോട് ചേർത്ത് വെക്കുന്ന മൊബൈൽ ഫോണുമായി സല്ലപിക്കുന്ന എന്റെ പെൺമണിക്ക് ഇത് പറഞ്ഞാ മനസ്സിലാകണമെന്നില്ല. ഫാത്തിമ 26 വയസ്സ് മാത്രമേ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന പെണ്ണാണ്. ഫാത്തിമ എന്ന് കേൾക്കുമ്പോൾ 26ാമത്തെ വയസ്സിൽ വഫാത്തായി പോയ തരുണിമണിയെ, ലലനാമണിയെ, പ്രവാചകന്റെ കരളിന്റെ കസനമേ ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. റസൂലുള്ളാഹി പറയുന്നു, ഫാത്തിമ, ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നീ ഉമ്മയല്ലേ, നിനക്ക് ആ മുലപ്പാലൊന്ന് കൊടുത്തുകൂടെ? മുലപ്പാല് കൊടുക്ക് ഫാത്തിമ പൊന്നുമോൾക്ക്. പാതിരാവിന്റെ നിശബ്ദതയിൽ പൊട്ടിക്കരയുകയാണ് 2 കൊച്ചു
കുഞ്ഞുങ്ങള്, എന്റെ ശബ്ദം കേൾക്കാനത്തെ കരൂരപ്പങ്ങളെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്. റസൂലുള്ള എന്ത് ചെയ്തു എന്നറിയുമോ? തന്റെ മകള് മുലപ്പാല് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിതാവാണെങ്കിലും നിൽക്കാൻ പാടില്ലല്ലോ. പിതാവിന്റെ മുമ്പിൽ മുലപ്പാല് കൊടുക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ള അല്പനേരം മാറി നിന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുടെ കരച്ചിലൊരു ശമനമില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പൊട്ടി പൊട്ടി കരയുകയാണ്. റസൂലുള്ള വാതിൽക്കലോട്ട് വന്നു. പ്രവാചകന്റെ പള്ളിയും വീടും ചേർന്നാണ്. റസൂലുള്ള വാതിൽ വന്നൊരൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചു, ഫാത്തിമ, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുത്തില്ലേ ഫാത്തിമ എന്ന് ചോദിക്കുമ്പോ മറുപടി വരുന്നത് 2 തേങ്ങലുകളാണ്. നോക്കുമ്പോൾ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ വാതിൽപ്പടിയിൽ നിന്ന് മുഖം പൊത്തിവെച്ച് തേങ്ങലടിച്ച് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പോയി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മുഖം പിടിച്ചിട്ട് തന്റെ റിസാലത്തിന്റെ വിരൽ കൊണ്ട് പൊന്തിക്കുമ്പോ ഫാത്തിമയുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാണ്. എന്തേ മോളെ ഫാത്തിമ കരയുന്നത്? ആ സമയത്ത് റസൂലുള്ളയോട് ഫാത്തിമ പറഞ്ഞത് എന്തെന്നറിയുമോ പെങ്ങളെ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞു, നബിയേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞു നബിയേ. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞു നബിയേ. പട്ടിണി കിടന്ന് എന്റെ സ്ഥലങ്ങളിൽ മുലപ്പാല് വറ്റിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഭക്ഷണമൊന്നും കഴിക്കാറില്ലാതെ എന്റെ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിച്ചാല് അവരെ ചുണ്ടുകളിലേക്ക് എന്റെ സ്ഥലങ്ങൾ വെച്ചാല് മുലപ്പാലില്ല വറ്റിപ്പോയി എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്. ഒരു കാരക്ക പോലും സ്വന്തമായിട്ടില്ലാത്ത മകളേക്കാൾ ദരിദ്രനായ പിതാവ് സ്വന്തം മകള് വന്നിട്ട് 1 മാസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുമ്പോ ആ സമയത്ത് കൊടുക്കാൻ ഒരു കാരക്ക പോലും പോക്കറ്റിലില്ലാതെ ദരിദ്രന്മാരിൽ ദരിദ്രനായി ജീവിച്ച പ്രവാചകൻ റസൂലുള്ളാഹി കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി കിടക്കുന്ന പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരത്തിൽ ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളം കാണാം. ഓല വിരിച്ചിട്ടാണ് കിടക്കുന്നത്. ബെഡില്ല, കട്ടിലില്ല, കുടിലില്ല, കൊട്ടാരമില്ല. എന്ന് പറഞ്ഞാല് കലൂർ ആരെങ്കിലും ഉണ്ടോ തെങ്ങിന്റെ മടല് താഴെ വിരിച്ചിട്ട് കിടക്കുന്നവര്? റസൂലുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കിടന്നുറങ്ങി. റസൂലുള്ള എഴുന്നേൽക്കുമ്പോ ഓലയുടെ അടയാളം അവിടുത്തെ റിസാലത്തിന്റെ ശരീരത്തിൽ കാണുമായിരുന്നു. ഇത്രയേറെ പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്നിട്ട് അള്ള എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. രാത്രിയിൽ എന്റെ റസൂല്, എന്റെ നായകൻ എന്ത് ചെയ്തെന്നറിയോ? എല്ലാരും കിടന്നുറങ്ങുമ്പോ റസൂലുള്ള ഇരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് കാലില് നീര് വെച്ചു. കാല് മുഴുവനും പൊന്താൻ തുടങ്ങി. സഹധർമ്മിണി എഴുന്നേറ്റിട്ട് മനസ്സിന് ഉറക്കം വരുന്നില്ല ആയിഷാ ബീവിക്ക്. ഇതെന്തോ ഒരു നിസ്കാരമാണ്. ആയിഷാ ബീവി ചോദിച്ചു, നബിയേ, എന്തിനാണ് നബിയേ ഇത്രയേറെ നിങ്ങൾ നിസ്കരിക്കുന്നത്? എന്തിനാ? എത്ര നാളുകൊണ്ട് കേൾക്കുന്നതാണ്? റസൂലുള്ളയുടെ മറുപടി എന്താ? ആയിഷ, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിനോട് നന്ദിയുള്ള അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവനായി മാറണ്ടേ ആയിഷ? അപ്പൊ അനുഗ്രഹം പറഞ്ഞാൽ മാത്രമാണോ ചെയ്യേണ്ടത്? ആണോ? വിഷമം വരുമ്പോ പറയണം അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിന്റെ വല്ലാത്ത പരീക്ഷണമുണ്ട്, വിചാരണയുണ്ട്. അള്ളാഹു ഓരോരുത്തരോട് വിചാരണ ചെയ്യും. അവന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വതിനെയും കുറിച്ച് അള്ളാഹു കുത്തി ചോദിക്കും. ആ സമയത്ത് ചില സത്യവിശ്വാസികൾ അള്ളാഹു പറയും, അവരോട് നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾക്ക് ഹിസാബില്ല, തദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, നിങ്ങൾക്ക് ഇവിടെ വിചാരണയില്ല എന്ന സന്തോഷ വാർത്ത കിട്ടിക്കഴിയുമ്പോ അള്ളാഹുവേ വലിയൊരു വിഷമം മാറിക്കിട്ടിയല്ലോ എന്ന സന്തോഷ വാർത്ത അറിയുമ്പോ മലക്കുകൾ പറയും, നിങ്ങൾക്ക് ഹിസാബില്ല, വിചാരണയില്ലെന്ന് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അവര് പറയുന്ന വാക്കെന്താണ്? അള്ളാഹ് തന്നെ പറയട്ടെ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അവര് പറയും, സൂറത്തുൽ ഫാത്തിറിൽ കാണാം, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ, അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ഈ വലിയൊരു വിഷമം നീ ഞങ്ങൾക്ക് മാറ്റി തന്നല്ലോ. ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല
അദ്ദേഹം ഈജിപ്തിലെ ഗവർണറാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഈജിപ്ത് നിവാസികൾ വന്നിട്ട് തങ്ങളുടെ ഖലീഫയെ കുറിച്ചിട്ട് അവിടുത്തെ ഗവർണറിനെ കുറിച്ച് 8 പരാതികൾ പറഞ്ഞു. ആ 8 പരാതിയും പറയാൻ എനിക്ക് സമയമില്ല, സമയം ഏറെ പോകും. ആ പരാതിയും അതിന് മറുപടിയും പറഞ്ഞു. 7 പരാതികൾക്കും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താ നാട്ടുകാരിങ്ങനെ പരാതി പറയുന്നത്? സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള 8ാമത്തെ പരാതി എന്താ? അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മോഹാലസ്യപ്പെട്ട് ബോധം കെട്ടു വീഴും. പച്ചയായ യുവാവിന്റെ കഥയാണിത്. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ, നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ, ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ, ഭാര്യയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഏത് സ്ഥലത്താണെന്നറിയില്ല, അദ്ദേഹം ചില സമയത്ത് പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീണു. എഴുന്നേറ്റാൽ ഉടനെ അലമുറയിട്ട് കരയാൻ തുടങ്ങും. എന്താണ് അതിന്റെ കാരണമെന്നറിയില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുമ്പിൽ നിൽക്കുന്ന സഈദ് ബിൻ ആമിറിനോട് ചോദിച്ചു, ആമിറേ, എന്താ നിന്നെ കുറിച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഒരു പരാതി പറയുന്നതിന്റെ കാരണം എന്താ? പലപ്പോഴും ആളുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നീ മോഹാലസ്യപ്പെട്ട് വീഴാനുള്ള കാരണം എന്താ? ബോധരഹിതനായി എപ്പോഴും നീ വീഴാനുള്ള കാരണം എന്താ? ഇത് ചോദിക്കേണ്ട താമസം അതേവരെ മറുപടി പറഞ്ഞ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുക്കാൻ തുടങ്ങി. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച്. അതെന്താണെന്നറിയോ അമീറുൽ മുഅ്മിനീൻ? അത് പറയാൻ സഈദ് ബിൻ ആമിറിന്റെ ചുണ്ടുകൾക്ക് കഴിയുന്നില്ല. വല്ലാതെ വിതുമ്പി വിതുമ്പി ഗദ്ഗദത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് സഈദ് ബിൻ ആമിർ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോഹാലസ്യപ്പെട്ട് ബോധരഹിതനായി വീഴാനുള്ള കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ കൂടെ പരിചയപ്പെടുക. ആരാ ഖുബൈബ് ഇബ്നു അദി എന്നറിയോ? നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരനല്ലയോ ഖുബൈബ് ഇബ്നു അദി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചരിത്രത്തില്? ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു കഴുമരത്തിൽ കിടന്നിട്ട് ആടുകയാണ്. മക്ക ഖുറൈശികൾ തൂക്കി കൊല്ലാൻ പോവുകയാണ്. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലക്കയറെടുത്ത് ആ കൊലക്കയറ് കല്യാണ സദസ്സിലിരിക്കുന്ന സുന്ദരി പെണ്ണിന്റെ, മണവാട്ടി പെണ്ണിന്റെ കഴുത്തിലോട്ടിടുന്ന മുല്ലമാല പോലെ ആ കൊലക്കയറ് തന്റെ കഴുത്തിലേക്ക് സ്വയമായിട്ടെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുബ്ബിന്റെ പരിപ്രേക്ഷ്യമായ മാതൃകയായി ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിൽ കിടന്നിട്ട് പെടയുകയാ. ആ കഴുത്തിലേക്ക് കയറ് വന്ന് കുരുങ്ങുമ്പോ റൂഹ് വിട പറയാൻ പോവുകയാണ്. കടുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വാഗതമോദിയില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ സ്വാഗതമോദിയില്ലേ? കടുമരത്തിൽ കിടന്ന് പിടക്കുമ്പോ അതാ വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങുകയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത് ഖുബൈബ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്തിറങ്ങിയ ആയത്താണ്. പൊന്നു ചെറുപ്പക്കാരാ, കൊതിക്കണം. ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ സ്വാഗതം ഓതുകയാണ്. കഴുമരത്തിൽ കിടന്ന് റൂഹ് വിട പറയുകയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ സന്തോഷമടഞ്ഞ ആത്മാവേ, സന്തോഷമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലോട്ട് കടന്നു വന്നു. ഖുബൈബിന്റെ ആത്മാവേ, ഖുബൈബിന്റെ ആത്മാവേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സ്വർഗ്ഗത്തിലോട്ട് കടന്നു വരിക. കഴിയുമോ സഹോദരങ്ങളെ? സക്കറാത്തിൽ കടന്നിട്ട് പിടയുമ്പോ മലവും മൂത്രവും അറിയാതെ വെളിയിലോട്ട് പോകുമ്പോ, ഒരാൾ മരിച്ചാൽ ആദ്യം പോകുന്നത് മലവും മൂത്രവും വെളിയിലോട്ട് പോകും. അറിയാതെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ വേദനയിൽ കിടന്ന് പൊളയുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞ സഹാബിയാണ് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നിന്റെ റോൾ മോഡലാകണം, റോൾ മോഡലായി മാറേണ്ടതുണ്ട്. അങ്ങനെ ആയാൻ കഴിഞ്ഞാലേ ജീവിതം പുഷ്കരമാവൂ. സഈദ് ഇബ്നു ആമിർ പറയുകയാണ്, ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ മദീനയിൽ വെച്ച് തൂക്കിലേറ്റാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ
എല്ലാവരും കൂടി തൂക്കുകയറിലേക്ക് കയറ്റുകയാണ്. തൂക്കുകയറിൽ കിടന്നിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു പെടയുമ്പോ ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ വലത്തെ ഭുജത്തിന്റെ ഭാഗത്ത് നിന്ന് ഇറച്ചി അറുത്തെടുത്തു മക്കാ ഖുറൈശികൾ. കോപം തീരാൻ തിരുട്ടിന്റെ കാവൽക്കാരായ മക്കാ ഖുറൈശികൾ അവരുടെ മരിച്ചുപോയ മക്കൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാണ്. തൂക്കുമരത്തിൽ കിടന്നാടുകയാണ്, സക്കറാത്തിൽ കിടന്ന് പെടയുകയാണ്. ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പച്ചമാംസം അറുത്തെടുക്കാൻ തുടങ്ങി. ഇടത്തെ കയ്യിലെ മാംസം അറുത്തു. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടത്തെ തൊടയിലെ മാംസം രാവിലെ ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാലറുക്കുന്നത് മാതിരി മക്കാ ഖുറൈശികൾ വാളുകൊണ്ട് അരിഞ്ഞെടുക്കുകയാ. ശരീരത്തിലൂടെ രക്തം തടം തള്ളിയാ തൊടുകുമ്പോ ഖുബൈബിനോട് ചോദിച്ചു, ഖുബൈബേ ഖുബൈബേ ഏ ഖുബൈബേ, നിന്റെ ഈ സ്ഥാനത്ത് നിന്റെ പ്രവാചകൻ മുഹമ്മദ് ആകുന്നതിന് നീ ഇഷ്ടപ്പെടുന്നുവോ? ആ സമയത്ത് ലോക പ്രവാചക സ്നേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകളായി ഖുബൈബ് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപ്പാടത്തിൽ ഒരു മുള്ളു തറക്കുന്നത് എനിക്കിഷ്ടമില്ല, എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോ ആ സമയത്ത് ഖുബൈബിന്റെ പച്ചമാംസം അറുത്തെടുക്കുമ്പോ കൊലക്കയറിൽ കിടന്ന് വേദന കൊണ്ട് പിടയ്ക്കുകയാണ്. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് ഖുബൈബിനെ അറുക്കുന്നവരുടെ കൂടെ ഞാനും ഉണ്ടവിടെ. ആ സമയത്ത് ഞാൻ മുസ്ലിം ആയിട്ടില്ല, ആ സമയത്ത് ഞാൻ ഇസ്ലാമിലോട്ട് കടന്നു വന്നിട്ടില്ല. ആളുകൾ ഖുബൈബിന്റെ പച്ചമാംസം അറുത്തെടുത്തിട്ട് രസിക്കുമ്പോ അരുതേ എന്ന് പറയാൻ എനിക്ക് കഴിയുമായിരുന്നു, അവരെ തടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഷണ്ടത്വം ബാധിച്ചവനെ പോലെ ഞാനത് നോക്കി നിന്നു. എന്റെ കൂട്ടുകാർ ഖുബൈബിനെ കൊന്നുകൊല വിളിക്കുന്നത് അറിയാതെ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നോക്കി നിന്നു പോയി. ആ സമയത്ത് എനിക്ക് തടുക്കാൻ കഴിഞ്ഞില്ല, അരുതേ എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഖുബൈബിന് അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ആ സമയത്തും എന്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖമുണ്ട്. പക്ഷേ എന്തോ ആ സമയത്ത് എനിക്ക് ചെയ്യേണ്ടത് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ദുഃഖം എന്റെ മനസ്സിൽ ഖുബൈബ് മരിച്ചിട്ടും തളം കെട്ടി നിന്നു. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എന്റെ കൺമുമ്പിൽ ഖുബൈബിന് അതിന്റെ രൂപമാ. അവസാനം എന്റെ മനസ്സിന് സമാധാനം കിട്ടാതെ വന്നപ്പോ ഞാൻ ഓടിച്ചെന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകന്റെ മുമ്പിൽ ഞാൻ മുസ്ലിമായി. അല്ലാഹു എനിക്ക് ഹിദായത്തിന്റെ പൊൻവെളിച്ചം തന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മോഹാലസ്യപ്പെട്ട് വീടുന്നത് എപ്പോഴാണെന്നറിയോ? ഓരോ സമയത്ത് ഞാൻ നിൽക്കുമ്പോ എന്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോൾ പോലും എന്റെ മനസ്സിന് വല്ലാത്ത കുറ്റബോധമാ. ആ സമയത്ത് ഖുബൈബിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അരുതേ എന്ന് പറഞ്ഞ് തടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധമാ. ആ കുറ്റബോധം മനസ്സിലോട്ട് വരുമ്പോഴാണ് ഞാൻ മോഹാലസ്യപ്പെട്ട് വീടുന്നതെന്ന് ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു എന്റെ നിരാശ എന്റെ മനസ്സിലോട്ട് വരുമ്പോ, എന്റെ കുറ്റബോധം എന്റെ മനസ്സിലോട്ട് വരുമ്പോ, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ നോക്കിട്ട് ഞാൻ എന്റെ മനസ്സ് വിറക്കുമ്പോൾ മോഹാലസ്യപ്പെട്ട് താഴെ വീടും. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ കരളിന്റെ കശരമായ ചെറുപ്പക്കാരാ, എന്റെ ഉമ്മ പെങ്ങന്മാരെ, കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ ഒരവസ്ഥ ഒത്തിട്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മോഹാലസ്യപ്പെട്ടിട്ടുണ്ടോ? നീ മദ്യപിച്ച കള്ളിന്റെ അവസ്ഥ ഓർത്തിട്ട് അല്ലാഹുവേ ഞാൻ കള്ളു കുടിച്ചു പോയല്ലോ അല്ലാഹ്, നാളെ നരകത്തിലേക്ക് വല്ലാത്ത ചീഞ്ചലം എന്റെ വയറ്റിലോട്ട് കയറുമല്ലോ അല്ലാഹ്. ഓർത്തിട്ട് ഒരു നേരം എന്റെ പൊന്നുമോനെ നിന്റെ കണ്ണിലൂടെ ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണിട്ടുണ്ടോ? നീ കളിച്ച ചീട്ടുകളിയുടെ കഥയോർത്തിട്ട് മനസ്സ് കുറ്റബോധം കൊണ്ട് തളർന്നു വീണിട്ടുണ്ടോ? പൊന്നുപെങ്ങള് പൊന്നുപെങ്ങള്, അല്ലാഹുവേ ഇത്രയും നാള് ഞാൻ തലമറക്കാടെ നടന്നല്ലോ അല്ലാഹ്. ഒരു മനസ്സിലെങ്ങാനും ഒരു കണ്ണുനീര് തുള്ളി കടന്നു പോയാ അതല്ല റബ്ബേ, അന്യപുരുഷനോട് ഞാൻ വല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ, വ്യഭിചാരത്തിന്റെ ചിന്ത കടന്നു വന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ എന്ന് കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ചയോത്തിട്ട് മനസ്സൊന്ന് മോഹാലസ്യപ്പെടാ. ഇവരൊക്കെ നാളെ സ്വർഗത്തിൽ പോകുന്നത് എങ്ങനെയാ? അവരെ കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ച് അവർക്ക് വല്ലാത്ത ഖേദമുണ്ട്, അവർക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. അങ്ങനെ ഒരു ദുഃഖമുള്ള മനസ്സുണ്ടായാലല്ലാതെ. അതുകൊണ്ട് പെങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് വയല് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിൽ പോകുമ്പോ ആരും കാണാതെ നിന്റെ റൂമിൽ നീ
കയറണം. എല്ലാവരും കിടന്നുറങ്ങുമ്പോ പാതിരാത്രിയിൽ ലൈറ്റ് അണച്ചിട്ട് കൂരാക്കൂരിട്ടിന്റെ നടുവിൽ നിന്നിട്ട് ഏറ്റു പറയണം, അല്ലാ പടച്ചവനെ, അല്ലാഹുവേ പടച്ചറബേ, അറിയാതെ എന്റെ ഇന്നലെ കഴിഞ്ഞുപോയ ജീവിതത്തിലേറെ അപരാധം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിനോട് ഓരോ തെറ്റുകളും എടുത്തെടുത്ത് പറയണം. തലയിട്ടടിച്ച് റബ്ബിന്റെ പടിവാതിലിൽ നിന്നിട്ട് പറയണം, ഞാൻ അറിയാതെ ചെയ്തു പോയി അല്ലാ എന്ന അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു മുതലാളിയുടെ മുമ്പിൽ യാചിക്കാമെന്ന യാചകൻ കേടുന്നത് പോലെ പടിവാതിലൊഴിയാതെ അവിടെ നിന്നു നീ കരയണം. അത് കണ്ട് നിന്നോട് അറിവ് റബ്ബിനു തോന്നണം. പടിവാതിലൊടിയാതെ കരഞ്ഞു പറഞ്ഞിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം നയിക്കാൻ എനിക്ക് നീ ആയുസ് നൽകണേ അല്ലാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ അവനൊരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രനെ ആൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി, നിങ്ങളുടെ ഏറ്റവും സ്നേഹിച്ച നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി. അത് കേൾക്കേണ്ട താമസമാ. മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മകൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോ അയാളുടെ വായിൽ നിന്ന് വന്ന ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ്. അതിനുശേഷമാണ് ഇസ്തിർജാഅ് പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. ആദരവായ റസൂലുള്ളാഹി പറയുകയാണ്, വിശ്വസിക്കാം, ഇത് പറയുന്നത് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, അസത്യത്തിന്റെ ലാഞ്ചന പൊൻചമ്പകപ്പൂ തേനിതൾ അതരങ്ങളിൽ നിന്ന് വന്നിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അവരുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. അയാൾ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതൊരു വല്ലാത്ത പറച്ചില് തന്നെ. എത്രയാണ് ഇതിന് പ്രതിഫലം എഴുതേണ്ടത്? അവർക്ക് തർക്കമായി. ഈ വാക്കിനെഴുതേണ്ട പ്രതിഫലം എന്താണ്? ആ രണ്ട് മലക്കുകളും കൂടി പറഞ്ഞു, അല്ലാഹുവോട് ചോദിക്കാം. അവർ അല്ലാഹുവിന്റെ അടുക്കലോട്ട് ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ നിന്റെ ഒരു അടിമ, നിന്റെ ഒരു പരീക്ഷണം വന്നപ്പോ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എത്ര പ്രതിഫലം എഴുതണമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല തമ്പുരാനെ. ഈ സദസ്സിന്റെ അവസാനം ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും പ്രതിഫലം എത്ര എഴുതണമെന്നറിയാതെ തരിച്ചിരുന്നു പോകുന്നൊരു ദിക്റുണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാഹ്. ഇത് ചെറിയ വാക്കല്ല. മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകും എത്ര എഴുതണമെന്ന്. അള്ളാഹു അവരോട് ചോദിക്കും, ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത്? അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് പറയുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി പറയുന്നു, വഹുവ അഅലമു മിമ്മാ യുഖാലു. അവൻ എന്താണ് പറഞ്ഞത് അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം. അതൊന്നുകൂടി കേൾക്കാൻ വേണ്ടി റബ്ബ് ചോദിക്കും, അയാൾ എന്താണ് പറഞ്ഞത്? അല്ലാഹുവേ ആ മനുഷ്യൻ ഹമിദക ഫസ്തർജഅ. ആദ്യം അവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു, പിന്നീട് അവൻ ഇന്നാലില്ല പറഞ്ഞു. ഞങ്ങൾ എത്ര പ്രതിഫലം എഴുതണം അല്ലാഹുവേ? ആ നിങ്ങൾ അവന്റെ എഴുതണ്ട. അവൻ പറഞ്ഞ ആ ഹംദ് അൽഹംദുലില്ലാഹ് എന്ന വാക്ക് അവന്റെ നന്മ തിന്മകൾ എഴുതുന്ന കിതാബില് അവൻ ഇന്ന സമയത്ത് ഇന്ന ഹംദ് പറഞ്ഞു എന്നങ്ങ് എഴുതി വെച്ചിട്ട് നിങ്ങൾ പോയിക്കൊള്ളുക. അവൻ മരണശേഷം എന്റെ മുമ്പിൽ വരട്ടെ. ആ സമയത്ത് ഞാൻ അവന്റെ ആ അൽഹംദുലില്ലാഹയുടെ പ്രതിഫലം ഞാൻ അവന് നേരിട്ട് കൊടുത്തുകൊള്ളാം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹ് പറയും, നിങ്ങൾ അൽഹംദുലില്ലാഹ് അവന്റെ ഏടിലങ്ങ് എഴുതി വെച്ചേരെ. അവൻ മരണശേഷം എന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ അവനുള്ള പ്രതിഫലം അവന് നേരിട്ട് നൽകിക്കൊള്ളാം. അള്ളാഹു പറയും, ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ അവനെ സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹു പറയും, ഇബ്നൂലി ബൈതാ ഇബ്നൂലഹു ബൈതം ഫിൽ ജന്ന. ആ
അവന് വേണ്ടി സ്വർഗത്തിലൊരു മാളിക പണിയട്ടെ. ജോലി ചെയ്യുന്നവന് കുറയാതെ കൂലി കറക്റ്റാക്കി കൊടുക്കുന്ന മുതലാളി നീ മാത്രമാണ് തമ്പുരാനെ. അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ നിന്നെ സ്തുതിക്കാതെ പറയാൻ കഴിയുമോ? അല്ലാഹുവേ നിന്നെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുമോ? മമ്പേ നൂറേ ശംസോ ഖമർ യ മസ്ദറേ ലുത്ഫേ സാമോം സഗർ തുദാവറേ റോസ് മഹ്ശർ ബി തു ഖാലികേ റബ്ബ് അക്ബർ ബി തു അജ്മലു ബി തു ബഗ്തർ ബി തു അസ്റബ് ബി തു അഫ്ളലു ബി. അല്ലാഹുവേ ഇതെല്ലാം സങ്കീർണമായി പടച്ചവൻ നീയാണ് തമ്പുരാനെ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു അല്ലാഹുവേ അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി എല്ലാ മനുഷ്യ നീ വിചാരിച്ചതുപോലെയല്ല, നീ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെയല്ല. ഇതാ ദുഃഖത്തിൽ അറുളോ അതൊക്കെ ഭൂമി മുഴുവനും പല കഷണങ്ങളായി പൊടിക്കപ്പെടുന്ന ദിവസം, ഈ ഭൂമി പല കഷണങ്ങളായി ചിതറിത്തെറിക്കുന്ന ദിവസം, മലക്കുകളെല്ലാം സഫ് സഫായി നിന്റെ ചുറ്റും നിൽക്കുന്ന ദിവസം, മലക്കുകളുടെ പത്മവ്യൂഹത്തിന്റെ നടുവില് നീ കുറ്റവാളിയെ പോലെ തലകുനിച്ച് നിൽക്കുന്ന ദിവസം, ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണ്. താഴെ ചെമ്പിന്റെ തറയിൽ നിന്ന് ചൂട് കുമിഞ്ഞു വരികയാണ്. നിന്റെ തലമുടി കടന്നിട്ട് കരിഞ്ഞിട്ട് തല പിളയ്ക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് നരകത്തെ കൊണ്ടുവരപ്പെടും. ആ സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് നരകത്തെ കൊണ്ടുവരപ്പെടും. ഈ ആയത്ത് കേട്ട ഉടനെ സഹാബത്ത് ചോദിച്ചു, നബിയേ കൈഫ യുജാഉ ബിഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയേ നരകത്തെ കൊണ്ടുവരുന്നത്? കൈഫ യുജാഉ ബിഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയേ നരകത്തെ കൊണ്ടുവരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലഹാ സബഊന അൽഫ സിമാ മാ കുല്ലി സിമാമിൻ സബഊന അൽഫ മലക്. ആ നരകത്തിന് 70,000 കൊളുത്തുകളുണ്ട്. ഓരോ കൊളുത്തുകളിലും 70,000 മലക്കുകൾ വീടും. 70,000 കൊളുത്തുകളുള്ള നരകം. ആ ഓരോ കൊളുത്തുകളിലും 70,000 മലക്കുകൾ വെച്ചിട്ട് ആ നരകത്തെ വലിച്ചുകൊണ്ടവരുടെ മുമ്പിലോട്ട് കൊണ്ടുവരപ്പെടും. ആ സമയത്ത് കൊണ്ടുവരപ്പെടും. അല്ലാഹുവിന്റെ മുമ്പിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ നിൽക്കുമ്പോ എന്റെ പൊന്നു സഹോദരങ്ങളെ, പൊന്നു സഹോദരിമാരെ, കത്തിജ്വലിക്കുന്ന നരകത്തെ നമ്മുടെ മുമ്പിലോട്ട് വലിച്ചു കൊണ്ടുവരുമ്പോ ആ നരകത്തിന്റെ ചൂടേറ്റിട്ട് മനുഷ്യരും പെടാപ്പാട് പെട്ടിട്ട് ഓടി മടക്കുമ്പോ തൊട്ടം കണ്ണു മുമ്പിൽ, സ്വന്തം കൺമുമ്പിൽ ആ നരകം കത്തിജ്വലിച്ചു നിൽക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യൗമഇദിനി യതദക്കറുൽ ഇൻസാൻ. ആ സമയത്ത് മനുഷ്യന് വീണ്ടും വിചാരമുണ്ടാകും. നരകം കത്തിജ്വലിക്കുന്നത് കാണുമ്പോ ആകാശത്തേക്കാൾ വലിപ്പമുള്ള തീജ്വാലകളാണ്. ഒട്ടക കൂട്ടങ്ങൾ വാരിയിട്ടതുപോലെയാണ് തീ പൊന്തി പോകുന്നത്. നാളെ ഈ സമയത്ത് അഹമ്മദ് കബീർ ബാക്കബി റൂഹ് പിരിഞ്ഞിട്ട് മരിച്ചിട്ട് പോയാലും പടച്ചറപ്പിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയേണ്ടി വരും, അവിടെ ഞാനും ഉണ്ടാകും നിങ്ങളും ഉണ്ടാകും. യൗമഇദിനി യതദക്കറുൽ ഇൻസാൻ. ആ സമയത്താണ് മനുഷ്യന് വീണ്ടും വിചാരമുണ്ടാകുന്നത്. ഇപ്പോഴും മാറാൻ പറഞ്ഞിട്ട് മാറാൻ കഴിയുന്നില്ലെങ്കിൽ ഓ സമയത്ത് മനുഷ്യന് മാനസാന്തരമുണ്ടാകും. പക്ഷേ അല്ലാഹു തന്നെ ചോദിക്കുകയാണ്, വഅന്നാ ലഹുൽ ദിക്റാ വഅന്നാ ലഹുൽ ദിക്റാ. ആ സമയത്ത് വീണ്ടും വിചാരമുണ്ടായിട്ട് കാര്യമെന്താ? ആ സമയത്ത് നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമെന്താ? അല്ലാഹു ചോദിക്കുകയാണ്, വഅന്നാ ലഹു ദിക്റാ. ആ സമയത്ത് വീണ്ടും വിചാരമുണ്ടായിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, വീണ്ടും വിചാരം അവിടെ വെച്ചുണ്ടാകുമെന്ന് മാത്രമല്ല, പടച്ചറപ്പിന്റെ മുമ്പിൽ പോയിട്ട് തലകുനിച്ച് നിന്നിട്ട് ചോദിക്കുമത്രേ, അല്ലാഹുവേ 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 റബ്ബനാ ബിസ്റനാ വസമഇനാ ഫർജിനാ നഅമൽ സാലിഹാ.
ഇതെന്റെ വാക്കല്ല, അള്ളാന്റെ ഖുർആനാണ്, സൂറത്ത് സജദയാണ്. അള്ളാഹു പറയുന്നു നാളെ പരലോകത്ത് വീണ്ടും വിചാരം ഉണ്ടാകുമെന്ന് മാത്രമല്ല, അള്ളാന്റെ മുമ്പിൽ പോയിട്ട് ഓരോരുത്തരും ചോദിക്കും, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. അള്ളാന്റെ മുമ്പിൽ പോയി മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ, പടച്ചറപ്പിന്റെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ തലകുനിച്ചു നിന്നിട്ട് റബ്ബിനോട് പറയും, അല്ലാഹുവേ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ. അല്ലാഹുവേ ഒന്നുകൂടി ഒരായുസ് തന്നിട്ട് ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് തിരിച്ചു വിടുമോ, കബറടിയിലേക്ക് ഞങ്ങളെ ഒന്ന് തിരിച്ചു വിടുമോ, മംഗലപുരത്തേക്ക് ഞങ്ങളെ ഒന്ന് തിരിച്ചു വിടുമോ, വേങ്ങോടേക്ക് ഞങ്ങളെ ഒന്ന് തിരിച്ചു വിടുമോ, പോത്തങ്കോടിലേക്ക് ഞങ്ങളെ ഒന്ന് തിരിച്ചു വിടുമോ. അല്ലാഹുവേ പടച്ചറപ്പിന്റെ മുമ്പിൽ കെഞ്ചി കെഞ്ചി പറയും. ഞാൻ പറയുന്നതല്ല, ഖുർആൻ പറയുന്നതാണ്. വഹും യസ്തരിഖൂന ഫീഹാ. അള്ളാന്റെ മുമ്പിൽ കെഞ്ചിയിട്ട് ചോദിക്കും, അല്ലാഹുവേ അല്ലാഹുവേ ഒരു ചാൻസ് കൂടി, ഒരു ചാൻസ് കൂടി, അല്ലാഹുവേ ഒരായുസ് കൂടി ഞങ്ങളെ നീ ഭൂമിയിലേക്ക് തിരിച്ചു വിട്ടാ നഅമൽ സാലിഹാ. ഞങ്ങൾ നല്ലത് തന്നെ ചെയ്തോളാം തമ്പുരാനെ. ഇനി സൽക്കർമ്മങ്ങളെ ചെയ്യുകയുള്ളൂ, ഇനി മദ്യപിക്കില്ല, ഇനി പലിശ മേടിക്കില്ല, ഇനി വ്യഭിചരിക്കില്ല, ഇനി തല തുറന്നിട്ട് നടക്കില്ല അല്ലാഹുവേ, ഭർത്താവിനെ വഞ്ചിക്കില്ല അല്ലാഹുവേ. ഒരായുസ് കൂടി, ഒരായുസ് കൂടി. അള്ളാന്റെ മുമ്പിൽ കെഞ്ചി കെഞ്ചി പറയുമ്പോ അള്ളാഹുവിന്റെ മറുപടിയും ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. തന്റെ മുമ്പിൽ നിന്നിട്ട് ദയക്ക് വേണ്ടി കെഞ്ചുന്ന ഇതാരുടെ കഥയാ? എന്റെയും നിങ്ങളുടെയും കഥയാണ്. അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹ് ചോദിക്കും, എന്തിനാടാ നിലവിളിക്കുന്നത്? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അവലം നുഅമ്മിറുകും, നിനക്ക് ഞാൻ ഒരായുസ് തന്നതല്ലേ ഈ ഭൂമിയിൽ? ആ ആയുസ് നീ എന്താണ് ചെയ്തു കളഞ്ഞത്? അവിടെ നീ എന്നെ മറന്നുപോയില്ലേ? ആ സമയത്ത് നമ്മളല്ലേ സാധനങ്ങള്. അള്ളാനോട് പറയും, അല്ലാഹുവേ മറന്നുപോയി തമ്പുരാനെ. ഭാര്യയുടെ കൂടെ ജീവിച്ചപ്പോ, മക്കളുടെ കൂടെ ജീവിച്ചപ്പോ, ദുനിയാവിന്റെ ആർഭാടങ്ങളുടെ മുകളിൽ ജീവിച്ചപ്പോ ഞങ്ങൾ അറിയാതെ നിന്നെ മറന്നുപോയി അല്ലാ. ആ സമയത്ത് അല്ലാഹു ചോദിക്കും, മറന്നുപോയെങ്കിൽ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി എത്രയോ മുന്നറിയിപ്പുകാർ വന്നതാണ്. അല്ല നിങ്ങളോടും എന്നോട് ചോദിക്കും, മറന്നുപോയെങ്കിൽ എടാ നിന്നെ ഓർമ്മിപ്പിക്കാൻ എത്രയോ മുന്നറിയിപ്പുകാർ വന്നു. നിന്റെ പള്ളിയിൽ വാഴ്ന്നു വെക്കാറില്ലേ? എത്രയോ ഇമാമിങ്ങൾ വന്നിട്ട് നിന്നെ ഓർമ്മിപ്പിച്ചില്ലേ? നാളെ പരലോകത്ത് ചോദിപ്പിക്കുന്ന മുന്നറിയിപ്പുകാര്. ഒരു മുന്നറിയിപ്പുകാരനാണ് ഈ പാവപ്പെട്ട ഞാൻ, ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഇമാമ്. അല്ല ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ള ആളും നിങ്ങളുടെ മുമ്പിൽ വന്നില്ലേ? ആഹിവിന്റെ ഖുർആൻ പറഞ്ഞു, നാളെ പരലോകത്ത് ഇങ്ങനെയല്ല. നരകത്തെ കൺമുമ്പിൽ കാണുമ്പോ രണ്ട് കൈവിരലും കടിച്ചു കുടഞ്ഞിട്ടാണ് അക്രമികൾ പറയുന്നത്, അല്ലാഹുവേ കൈ കടിച്ചു കുടയുമെന്ന് മാത്രമല്ല, ആ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ പറയും, അല്ലാഹുവേ യാ ലൈതനി ഇത്തഖദത് മഅ റസൂലി സബീലാ. അല്ലാഹുവേ അന്ന് ദുനിയാവിൽ വെച്ച് ആലിമീങ്ങൾ പറഞ്ഞപ്പോ, അറിയാവുന്നവര് പറഞ്ഞപ്പോ, അവര് പറഞ്ഞതുപോലെ നടന്നിരുന്നെങ്കിൽ അവരുടെ വഴിയിലൂടെ അള്ളാഹുവിനും അവന്റെ പ്രവാചകനും പൊരുത്തമുള്ള വഴി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അല്ലാ. എന്നിട്ട് അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരന് നേരെ വിരൽ ചൂടും, അല്ലാഹുവേ ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. അല്ലാഹുവേ ഞാൻ നന്നാകണമെന്ന് തീരുമാനിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ കൈ പിടിച്ച് വലിച്ചതീ നിൽക്കുന്ന ദുഷ്ടനാണ്. അല്ലാഹുവേ വകാന ശൈത്താനുൽ ഇൻസാനി ഖദൂലാ.
ഇവൻ എന്റെ കൂടെ കൂടിയ പിശാചാണെന്ന് തിരിച്ചറിയാൻ എന്റെ സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് മാറണമെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടടാ ഇതൊക്കെ മൊയ്ലിയാരങ്ങനെ പറയുമെന്ന് പറഞ്ഞ് നിന്റെ കൂട്ടുകാരനാണോ നിന്റെ കൈപിടിച്ച് വീണ്ടും നിന്നെ പട്ടച്ചാരായത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയത്, അന്യ പെണ്ണിന് മൊബൈൽ ഫോൺ വിളിക്കാൻ റീചാർജ് ചെയ്തത്, അവന്റെ ചെള്ളയിൽ കുത്തിയിട്ട് നാളെ പരലോകത്ത് പറയും അല്ലാഹുവേ ലഖദ് അവല്ലനീ അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനീ, എന്നെ പിഴപ്പിച്ചവൻ ഇവനാണ് അല്ലാഹുവേ. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ, ഇവൻ പിശാചാണെന്നറിയാൻ, ഇവൻ കോലം മാറിയ ചെന്നായാണെന്നറിയാൻ മറന്നുപോയി അല്ലാഹുവേ. അതുകൊണ്ട് പെങ്ങളെ, ഇന്ന് ഇവിടെ നിന്ന് വയല് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിൽ പോകുമ്പോ ആരും കാണാതെ നിന്റെ റൂമിൽ നീ കയറണം. എല്ലാവരും കിടന്നുറങ്ങുമ്പോ പാതിരാത്രിയിൽ ലൈറ്റ് അണച്ചിട്ട് കൂരാക്കൂരിട്ടിന്റെ നടുവിൽ നിന്ന് തേറ്റു പറയണം അല്ലാ പടച്ചവനെ, അല്ലാഹുവേ പടച്ചറപ്പേ, അറിയാതെ എന്റെ ഇന്നലെ കഴിഞ്ഞുപോയ ജീവിതത്തിലേറെ അപരാധം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിനോട് ഓരോ തെറ്റുകളും എടുത്തെടുത്ത് പറയണം. നല്ല രീതിയിൽ സൂക്ഷ്മതയോടെ ജീവിച്ചോ. മറിയമിന്റെ ഗുണം അല്ലാഹുവിനെ വറസൂലിഹി, അവന്റെ പ്രവാചകനെ സൂക്ഷിച്ച് ജീവിച്ചു. സൽക്കർമ്മം മാത്രം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ആഗ്രഹത്തോടെ ദീനിന്റെ കാര്യം പറയുമ്പോൾ എന്ന് സദഖ ചെയ്ത നാസർ എന്ന മംഗലപുരത്തുള്ള സഹോദരൻ, എല്ലാ വഅദ് കേൾക്കാനും താല്പര്യത്തോടെ എത്തുന്ന സഹോദരൻ ഈ സംരംഭത്തിന് വേണ്ടി 6666 രൂപ സദഖ ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ഖുർആന്റെ വെളിച്ചം നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ, ഈ പാതിരാ സമയത്ത് മലക്കുകൾ ആമീൻ പറയുന്ന ഈ സദസ്സിൽ ചോദിക്കുന്നു തമ്പുരാനെ, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന് അസുഖം നീ ശിഫയാക്കണേ അല്ലാ. കുറച്ചു കൊടുക്കണേ തമ്പുരാനെ. അവശതകളും വിവശതകളും മാറ്റണേ അല്ലാ. കീറിമുറിക്കപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മരിക്കുന്നത് വരെ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്ന് കാത്ത് അവസാനം നാളെ മരിക്കുമ്പോൾ സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് കുടുംബാംഗങ്ങളോടൊത്ത് ഒരുമിച്ചിരിക്കാൻ അദ്ദേഹത്തിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. ശേഷം വായിക്കപ്പെട്ട 3 സഹോദരങ്ങൾ അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. കഷ്ടനഷ്ടങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ സദഖ ചെയ്യുന്ന ഓരോരുത്തരെയും നീ നൽകണേ അല്ലാ.